ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്കുത്തരം നൽകി. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്കുത്തരം നൽകി. എന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തി. എന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തി. എൻ വഴി കുറവു തീർത്തു. എൻ വഴി കുറവു തീർത്തു. കഷ്ടങ്ങൾ തീർന്നിടാറായി പ്രതിഫലം ലഭിക്കാറായി. കഷ്ടങ്ങൾ തീർന്നിടാറായി പ്രതിഫലം ലഭിക്കാറായി. എൻ സാക്ഷിയങ്ങ് സ്വർഗത്തിലും എൻ ജാമ്യക്കാരനുയരത്തിലും. എൻ സാക്ഷിയങ്ങ് സ്വർഗത്തിലും എൻ ജാമ്യക്കാരനുയരത്തിലും. എണ്ണുന്നൊഴച്ചകളെ കണ്ണുനീർ തുരുത്തിയിലും. എണ്ണുന്നൊഴച്ചകളെ കണ്ണുനീർ തുരുത്തിയിലും. നിന്റെ പുസ്തകത്തിൽ അവ എഴുതിയിരിക്കയാൽ. നിന്റെ പുസ്തകത്തിൽ അവ എഴുതിയിരിക്കയാൽ. ഒന്നിലും ഭയപ്പെടില്ല. ഒന്നിലും ഭയപ്പെടില്ല. കഷ്ടങ്ങൾ തീർന്നിടാറായി പ്രതിഫലം ലഭിക്കാറായി. കഷ്ടങ്ങൾ തീർന്നിടാറായി പ്രതിഫലം ലഭിക്കാറായി. എൻ സാക്ഷിയങ്ങ് സ്വർഗത്തിലും എൻ ജാമ്യക്കാരനുയരത്തിലും. എൻ സാക്ഷിയങ്ങ് സ്വർഗത്തിലും എൻ ജാമ്യക്കാരനുയരത്തിലും. യഹോവ എൻ പരിപാലകൻ വലഭാഗത്തെന്നും തണലും. യഹോവ എൻ പരിപാലകൻ വലഭാഗത്തെന്നും തണലും. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനാകിലും. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനാകിലും. ഒന്നും എന്നെ ബാധിക്കയില്ല. ഒന്നും എന്നെ ബാധിക്കയില്ല. കഷ്ടങ്ങൾ തീർന്നിടാറായി പ്രതിഫലം ലഭിക്കാറായി. കഷ്ടങ്ങൾ തീർന്നിടാറായി പ്രതിഫലം ലഭിക്കാറായി. എൻ സാക്ഷിയങ്ങ് സ്വർഗത്തിലും എൻ ജാമ്യക്കാരനുയരത്തിലും. എൻ സാക്ഷിയങ്ങ് സ്വർഗത്തിലും എൻ ജാമ്യക്കാരനുയരത്തിലും.
കഷ്ടം കഴിയും, ഏഴാമത്തേതിലും കാക്കും. 6 കഷ്ടം കഴിയും, ഏഴാമത്തേതിലും കാക്കും. തിന്മ തൊടാതവൻ നന്മയാൽ കാത്തിടും, തിന്മ തൊടാതവൻ നന്മയാൽ കാത്തിടും. വൻകൃപയിൽ ദിനവും, വൻകൃപയിൽ ദിനവും. കഷ്ടങ്ങൾ തീർന്നിടാറായി, പ്രതിഫലം ലഭിക്കാറായി. കഷ്ടങ്ങൾ തീർന്നിടാറായി, പ്രതിഫലം ലഭിക്കാറായി. എൻ സാക്ഷിയങ്ങ് സ്വർഗത്തിലും, എൻ ജാമ്യക്കാരനുയരത്തിലും. എൻ സാക്ഷിയങ്ങ് സ്വർഗത്തിലും, എൻ ജാമ്യക്കാരനുയരത്തിലും. ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൻ്റെ പരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹത്തിന് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. സർവജ്ഞാനിയായ ദൈവം മുന്നറിഞ്ഞവരാണ് നാം ഓരോരുത്തരും. ഈ അന്ത്യകാല തലമുറയിൽ വിശ്വാസികളായ നമ്മെ ദൈവം മുന്നറിഞ്ഞവർ തന്നെയാണ്. ആ നല്ല ബോധ്യം നമുക്കുണ്ടായിരിക്കണം. നമുക്ക് വായിക്കാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. നിത്യനായ ദൈവത്തിൻ്റെ അത്യത്ഭുതമായ കാര്യപരിപാടിയിൽ ഉൾപ്പെടുത്തിയ മനുഷ്യനെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? ഈ തലമുറയിൽ ഞാനും നിങ്ങളും എങ്ങനെ ഫലം കായ്ക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇസ്രായേൽ ജനം ദൈവത്തിൽ നിന്ന് ഏറ്റവും അകന്നുപോയ കാലം, യിരെമ്യാ പ്രവാചകന്റെ കാലം. കരയുന്ന പ്രവാചകൻ. ആ പ്രവാചകനെ പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ ദൈവം വിളിക്കുമ്പോൾ ദൈവം യിരെമ്യാവിലൂടെ അരുളി ചെയ്യുകയാണ്: നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. വചനം കേൾക്കുന്ന സഹോദര സഹോദരി, യിരെമ്യാ പ്രവാചകന് ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ, അവൻ്റെ അമ്മ അവനെ ഗർഭം ധരിക്കുന്നതിന് മുൻപേ ദൈവം അവനെ അറിഞ്ഞു. എന്നെയും നിങ്ങളെയും അറിഞ്ഞു. ശാന്തമായി ദൈവസന്നിധിയിൽ നിങ്ങൾ ഇരുന്ന് നിങ്ങൾ കർത്താവിൻ്റെ മുഖത്തേക്ക് നിങ്ങളെ കണ്ണുയർത്ത് നോക്കിയാൽ ഈ സത്യം നിങ്ങൾക്ക് മനസ്സിലാവും. പരിശുദ്ധാത്മാവാൻ ദൈവം നമുക്കത് വെളിപ്പെടുത്തി തരും. ദൈവം മുന്നമേ അറിഞ്ഞവരാണ് നാം ഓരോരുത്തരും. യിരെമ്യാവിനെ ദൈവം മുന്നമേ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. നിത്യനായ ദൈവത്തിൻ്റെ സ്വർഗീയ കാര്യപരിപാടിയിലെ വചനങ്ങൾ, വാക്തത്വങ്ങൾ ദൈവം യിരെമ്യാവിനെ അറിയിക്കുകയാണ്. യിരെമ്യാവിനോട് പറയുകയാണ്: നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു, നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശദീകരിച്ചു. യിരെമ്യാവിനെ പ്രസവിക്കുന്നതിന് മുൻപ് തന്നെ ദൈവം യിരെമ്യാവിനെ വിശുദ്ധീകരിച്ചു. എന്തൊരു അത്യത്ഭുതകരമായ കാര്യം! അവൻ പാവം ഏറ്റുപറഞ്ഞോ, അവൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുവെന്ന് പറഞ്ഞോ. അവനെ പ്രസവിക്കുന്നതിന് മുൻപേ ദൈവം യിരെമ്യാവിനെ വിശദീകരിച്ചു. ജാതികൾക്ക് പ്രവാചകനായി ഞാൻ അതിനെ നിയമിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ മുൻ നിയമനം. ദൈവജനമേ, ഈ അന്ത്യകാല തലമുറയിൽ എന്നെയും നിങ്ങളെയും ദൈവം ആക്കിയിരിക്കുന്നത് എന്തിന്? അവൻ നമ്മെ മുൻ നിയമിച്ചവരാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം തന്നെ. നമുക്ക് വീണ്ടും അതിൻ്റെ 10-ാം വാക്യം വായിച്ച് കേൾക്കാം. 1-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം: നോക്കുക, നിർമൂലമാക്കുവാനും പൊളിപ്പാനും നശിപ്പിപ്പാനും ഇടിച്ചു കളവാനും പണിവാനും നടുവാനും വേണ്ടി ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വച്ചിരിക്കുന്നു എന്ന് യഹോവ എന്നോട് കൽപ്പിച്ചു. ഈ ഭൂമിയിലെ പുഴുവായ മനുഷ്യന് ദൈവം എന്താണ് അധികാരപ്പെടുത്തിയിരിക്കുന്നത്? അന്നത്തെ കാലത്തെ യിരെമ്യാ പ്രവാചകന് ദൈവം അധികാരം കൊടുത്തത് എന്തെല്ലാമാണ്? നോക്കുക, നിർമൂലമാക്കുവാനും പൊളിപ്പാനും നശിപ്പിപ്പാനും ഇടിച്ചു കളവാനും പണിവാനും നടുവാനും വേണ്ടി ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വച്ചിരിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ എത്ര വലിയോ ഒരാഗ്രഹം! ദൈവത്തിൻ്റെ ആശ നിറവേറ്റി കൊടുക്കുമോ നാം? അതിനുവേണ്ടി നാം ദൈവസന്നിധിയിൽ കാത്തിരിക്കുമോ? കർത്താവേ, എൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും എന്താണ് നിങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇത് പ്രാപിക്കാതെ നിങ്ങൾ എഴുന്നേക്കരുത്.
എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ്, അത് നിങ്ങൾ അറിയാതെ പോകരുത്. ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും ഓടണം. ദൈവം നമ്മളിലൂടെ എന്തെല്ലാമാണ് നിവർത്തിക്കുന്നത്. യിരെമ്യാവിനോട് പറഞ്ഞു, നിർമൂലമാക്കുവാനും പൊളിപ്പാനും നശിപ്പിപ്പാനും ഇടിച്ചു കളവാനും തകർത്ത് കളയുവാൻ മാത്രമല്ല പണിവാനും നടുവാനും വേണ്ടി ഞാൻ നിന്നെ ഇന്ന ജാതികളുടെ മേൽ ആക്കി വച്ചിരിക്കുന്നു. പണിവാനും നടുവാനും, ദൈവത്തിന് വേണ്ടി ഈ ഭൂമിയിൽ പണിയെടുക്കുവാൻ. എന്താണ് പണി? വിശുദ്ധ മന്ദിരം സ്ഥാപിക്കുക. ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന് മേൽ പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും എന്ന ആ കല്ലുകളുടെ മേൽ പണിയപ്പെട്ടിരിക്കുന്നതായ മന്ദിരത്തിന് മുകളിലേക്ക് പണിയപ്പെടേണ്ട കല്ലുകൾ, ജീവനുള്ള കല്ലുകൾ, ആരാധനയുള്ള കല്ലുകൾ. പ്രിയപ്പെട്ടവരെ, നാം അങ്ങനെ എല്ലാം ചെയ്യുവാൻ ദൈവം മുന്നറിഞ്ഞവരെ മുൻ നിയമിച്ചിരിക്കുന്നു. നമുക്ക് വീണ്ടും വായിക്കാം. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 13-ാം അധ്യായം 48-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ജാതികൾ ഇത് കേട്ട് സന്തോഷിച്ചു, ദൈവത്തെ മഹത്വപ്പെടുത്തി, നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു. അപ്പോസ്തലനായ പൗലോസും ബർന്നബാസും കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ട് ഓടി നടക്കുന്ന കാലം യഹൂദന്മാർ അവരെ നിരസിച്ചപ്പോൾ ജാതികളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പൗലോസും ബർന്നബാസും അവർ ദൈവവചനം ആ ജനത്തോട് പറഞ്ഞപ്പോൾ വചനം കേട്ട് സന്തോഷിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി. വചനം കേട്ടിട്ടില്ലാത്ത ജാതികൾ ദൈവവചനം കേട്ടപ്പോൾ അവർ സന്തോഷിച്ചു, ദൈവത്തെ മഹത്വപ്പെടുത്തി. എന്ന് ദൈവവചനം എവിടെ കേൾക്കാനുണ്ട്? എന്ന് സത്യവചനം ആർക്ക് ലഭിക്കുന്നുണ്ട്? നിങ്ങൾ ചിന്തിക്കാറുണ്ടോ എൻ്റെ പ്രിയപ്പെട്ടവർ? ജനം നശിച്ചുകൊണ്ടിരിക്കുകയല്ലേ, തകർന്നുകൊണ്ടിരിക്കുകയല്ലേ? സത്യമറിയാതെ, ലക്ഷ്യമെന്തെന്നറിയാതെ, ജീവനുള്ള ദൈവത്തെ തിരിച്ചറിയാതെ ഇന്ന് ജനം നഷ്ടപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ? ഇടം കൈയും വലം കൈയും തിരിച്ചറിയാത്ത പാവപ്പെട്ട ജനത്തെ നോക്കി ദൈവം വേദനയോടെ ഇന്ന് ദൈവം വിളിച്ച് വേദനിച്ച് ഓരോരുത്തരെയും നോക്കുന്നു. എന്നെയും ഇന്ന് വചനം കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ദൈവം വാശിയോടെ നോക്കുന്നു. നശിക്കുന്ന ജനത്തെ കണ്ടിട്ട് ദൈവം നോക്കുന്നത് നമ്മെയാണ്. ഈ തലമുറയിൽ ദൈവത്തിൻ്റെ ഭാവത്തോടെ നിൽക്കുമോ? ദൈവം എന്നിലൂടെ സംസാരിപ്പാണ്ടൊക്കെ നിങ്ങൾ ആര് താഴ്ത്തി കൊടുക്കും? ഈ കഴുതയുടെ മേൽ വാഹനമേറണമേ എന്നുള്ള സമർപ്പണം നമുക്ക് ആർക്കുണ്ട്? ഈ സമർപ്പണമാണ് നമ്മൾ എടുക്കേണ്ടത്. ജാതികൾ സന്തോഷിച്ചു, ദൈവത്തെ മഹത്വപ്പെടുത്തി. നമ്മുടെ വായിക്കുന്നു, നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു. സ്തോത്രം. നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ വചനം കേട്ടപ്പോൾ വിശ്വസിച്ചു. ദൈവവൈതലേ, നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ, ദൈവം മുന്നറിഞ്ഞവർ, സ്തോത്രം, ദൈവം സ്നേഹിച്ചവർ, ദൈവസ്നേഹം നമുക്ക് സൗജന്യമായി തന്നത് മറന്നുപോകല്ലേ. നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ വചനം കേട്ടപ്പോൾ വിശ്വസിച്ചു. വിശ്വസിക്കാൻ നിങ്ങൾ കഴിയുന്നുണ്ടോ? ദൈവത്തിലെ ഒരു മർമ്മം ഞാൻ പറഞ്ഞു തരാം. വചനം കേട്ടാൽ വിശ്വസിക്കണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. നീ പാപത്തോട് യാത്ര പറഞ്ഞവനായിരിക്കണം. ഈ ഒരു ഒറ്റ കാര്യം ചെയ്താൽ മതി. അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്ക് ലേഖനം എഴുതിയപ്പോൾ അന്ന് വിശ്വാസികളോട് അപ്പോസ്തലൻ ഉപദേശിച്ചു. എബ്രായ ലേഖനം 12-ാം അധ്യായം 4-ാമത്തെ വാക്യം: പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. ദൈവം ആരുടെ മേലാണ് കൈവയ്ക്കുന്നത്? ദൈവം ആർക്കാണ് വിശ്വാസം ദാനമായി തരുന്നത്? പലരും പറയും, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ, എനിക്ക് ആഗ്രഹമുണ്ട്, പാപം കൂടാതെ ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, ഞാൻ പലതും ചെയ്യുന്നുണ്ട്, പലതും ശ്രമിക്കുന്നുണ്ട്, പെരുന്നാളേറ്റ് നടത്തുന്നുണ്ട്, മത്സ്യപ്രാർത്ഥനകൾ നടത്തുന്നുണ്ട്, വിശുദ്ധ സ്ഥലത്തേക്ക് നടന്നു പോകുന്നുണ്ട്, എന്തെല്ലാം ത്യാഗങ്ങൾ മനുഷ്യൻ ചെയ്യുന്നു, പക്ഷേ ജയജീവിതം കിട്ടുന്നില്ല, ദൈവം എനിക്ക് തരുന്നില്ലെന്നാണ് പരാതി. ദൈവം ഇതിനെ പാപത്തോട് പോരാടുന്നവർ നിങ്ങൾ പ്രാണത്യാഗത്തോടെ എതിർത്ത് നിൽക്കണം. പുതിയ നിയമത്തിൽ നാം വായിക്കുന്നുണ്ട്, ക്രിസ്തു തൊട്ടവരും ക്രിസ്തുവിനെ തൊട്ടവരും സൗഖ്യം പ്രാപിച്ചു. സ്തോത്രം. അവൻ്റെ വചനം നിന്നെ തൊടണമെങ്കിൽ, നീ ഒരു വിശ്വാസിയായി തീരണമെങ്കിൽ, ഇന്ന് നിനക്ക് വിശ്വാസം സൗജന്യമായി ലഭിക്കണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി: പാപത്തെ വെറുത്ത് ഉപേക്ഷിക്കുക. അത് പരസ്യമായിട്ടൊന്നുമല്ല, ആരും അറിയുകയും വേണ്ട. അത് നീയും ദൈവമായുള്ള ഉടമ്പടി, രഹസ്യമായ ഉടമ്പടി. അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യങ്ങൾ കാണുന്ന പിതാവിനോട് തന്നെ അതിൻ്റെ സമർപ്പണം. പറയാമോ? ഒരു വാക്ക് പറയാമോ? ഒരു തീരുമാനം പറയാമോ? കർത്താവേ, മരിക്കേണ്ട വന്നാലും ഞാൻ പാപത്തിലേക്കില്ല. പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കണം. കർത്താവ് ആശയോടെ തിരഞ്ഞെടുത്ത 12 അപ്പോസ്തലന്മാരുടെ ഒരുത്തൻ
ഒറ്റിക്കൊടുത്ത് നശിച്ചു. ബാക്കി 11 അപ്പോസ്തലന്മാർ. അവർ 11 പേരും കർത്താവിന് വേണ്ടി നിന്നു. പ്രിയപ്പെട്ടവർ, കൃപ കർത്താവ് കൊടുത്തു. സഖിയോൻ മാളികയിൽ പെന്തിക്കോസ് നാളിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. അവരെല്ലാവരും തികഞ്ഞവരൊന്നും ആയിരുന്നില്ല. അന്ന് സഖിയോൻ മാളിൽ കൂടിയിരുന്ന 11 അപ്പോസ്തലന്മാരുണ്ട്, 70 അറിയിപ്പുകാരുണ്ട്, കന്യക മറിയാമുണ്ട്, ബേഥാനയിലെ മാർത്തയും മറിയയും ലാസറുമുണ്ട്, മഗ്ദലക്കാരത്തി മറിയയുണ്ട്, കുറേനക്കാരൻ ശീമോനുണ്ട്, അനേകരുണ്ട്. അവരെല്ലാവരും നല്ലവരൊന്നുമായിരുന്നില്ല. കർത്താവിനെ തള്ളിപ്പറഞ്ഞവരുണ്ട്, അവിശ്വസിച്ചവരുണ്ട്, ഇടിമക്കളെന്നറിയപ്പെടുന്ന യാക്കോബും യോഹന്നാനുമുണ്ട്. എല്ലാവരും കുറവുള്ളവരായിരുന്നു. പക്ഷേ വാഗ്ദത്ത പ്രകാരം അവർ യെരൂശലേമിൽ കാത്തിരുന്നു. അവർ മർക്കോസിന് ദയറായിൽ കാത്തിരുന്നു, പ്രാർത്ഥനയോടെ കാത്തിരുന്നു, ദൈവവചനം അനുസരിച്ചുകൊണ്ട് കാത്തിരുന്നു. കർത്താവിനോടൊരു വാക്ക് പറഞ്ഞിരുന്നു, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാറ് എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. ഒറ്റ കാര്യമേ കർത്താവ് അവരെ വരവേൽപ്പിച്ചുള്ളൂ. എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരിക്കണം, യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ. ദൈവജനമേ, ഇന്ന് ദൈവം നമുക്ക് കൂട്ടായ്മയായി നമ്മൾ നിർത്തിയിരിക്കുന്നു. ദൈവവചനം അനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിൽക്കാമോ? ദൈവം കൃപ പകരും. ആത്മ നിറവിലേക്ക് വന്നതിന് ശേഷം അവരാരും പിന്മാറിപ്പോയിട്ടില്ല. അപ്പോസ്തലന്മാർ 11 പേരും കർത്താവിന് വേണ്ടി ഓടി. അതിൽ 10 പേരും രക്തസാക്ഷികളായി. അവരെ സ്നേഹിച്ചില്ല, അവർ ക്രിസ്തുവിനെ സ്നേഹിച്ചു. എന്താണ് തെളിവ്? അവർ ക്രിസ്തുവിനെ സ്നേഹിച്ചു എന്നുള്ളൊരു തെളിവ് അവർ പാപത്തെ വെറുത്തു എന്നുള്ളതാണ്. സ്വാഭാവികമായി വരുന്നതാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവൻ പാപത്തെ വെറുത്തിരിക്കും. പാപത്തോടൊരു ഊറിയ രസമെങ്കിലുമുണ്ടോ? ദൈവസ്നേഹത്തിൽ കുറവുണ്ട്. നീ വീഴും, യാതൊരു സംശയവുമില്ല. എല്ലാം അറിയുന്നവനായ സാത്താൻ, ഊടാട് സഞ്ചരിക്കുന്നവനായ സാത്താൻ, മനുഷ്യഹൃദയങ്ങൾ കാണുന്നവനായ സാത്താൻ നിന്നെ വീഴിച്ചിരിക്കും. ജഡസ്നേഹവും കൺമോഹം ജീവനത്തിൻ്റെ പ്രതാപവും മാറി മാറി ഓരോന്നായി നിന്റെ കണ്ണിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് കാണിക്കും. നീ വീഴുന്നത് എവിടെയാണോ സാത്താൻ അറിയാം, അവൻ വീഴിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലന്മാർ 10 പേരും രക്തസാക്ഷികളായി. ഒരാൾ യോഹന്നാൻ അപ്പോസ്തലൻ, കർത്താവിൻ്റെ മാർവിൽ ചാരിയവൻ, കർത്താവിനെ സ്നേഹിച്ചവൻ. പക്ഷെ ഒരിക്കലും ഞാൻ കർത്താവിനെ സ്നേഹിച്ചുവെന്ന് യോഹന്നാൻ പറഞ്ഞിട്ടില്ല. കർത്താവ് സ്നേഹിച്ച ശിഷ്യൻ, അതാണ് എളിമ. യോഹന്നാന്റെ സുവിശേഷത്തിലെ യോഹന്നാൻ എന്ന പേര് പോലും അപ്പോസ്തലൻ പറഞ്ഞിട്ടില്ല. കർത്താവ് സ്നേഹിച്ച ശിഷ്യൻ. സ്വയത്തെ വിടാം, പാപത്തോട് യാത്ര പറയാം, ക്രിസ്തുവിൽ കേന്ദ്രീകരിക്കാം, അവനെ സ്നേഹിക്കാം. ദൈവത്തെ സ്നേഹിച്ചാൽ നിങ്ങൾ ദൈവമക്കളെ സ്നേഹിച്ചു പോകും. യാതൊരു തർക്കവുമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ തലമുറയിൽ ദൈവനെ എന്തിനായി വിളിച്ചു? ദൈവസ്നേഹം നമുക്ക് കാത്തിരിക്കാം. ദൈവം നിങ്ങളോട് സംസാരിക്കും, യാതൊരു സംശയവുമില്ല. ആ ദൈവസ്നേഹത്താൽ നിറഞ്ഞവരായി നമുക്ക് ഓടാം. ദൈവം ഓരോരുത്തരെയും വിളിച്ചു. നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ വചനം വിശ്വസിച്ചു, അവർ നിത്യജീവൻ പ്രാപിച്ചു എന്ന് ഇവിടെ വായിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയും, അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. ദൈവം മുന്നറിഞ്ഞവരാണ് ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരും, ഞാനും നിങ്ങളും. ദൈവം മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. എന്നെയും നിങ്ങളെയും അടിസ്ഥാനപരമായി ദൈവം നിയമിച്ചിരിക്കുന്നത് എന്തിനാണ്? പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ. അനുരൂപരാകുക എന്ന് പറഞ്ഞാൽ അവൻ്റെ അതേ സ്വഭാവം നാം പ്രാപിപ്പാൻ. പുത്രൻ്റെ സ്വഭാവം എന്താണ്? അത് പിതാവിൻ്റെ അതേ സ്വഭാവമാണ്. പിതാവായ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും തേജസ്സിലും സൃഷ്ടിക്കപ്പെട്ട ആദ്യപുത്രനാണ് കർത്താവായ യേശുക്രിസ്തു. അവൻ്റെ ഇളയ സഹോദരങ്ങളായി തീരേണ്ടതിന്, നാം ക്രിസ്തുവിൻ്റെ സ്വഭാവം പ്രാപിക്കേണ്ടതിന് അവരോട് അനുരൂപരാകുവാൻ നമ്മെ മുൻ നിയമിച്ചിരിക്കുന്നു. മറന്നുപോരുത്. എന്താണ് ദൈവത്തിൻ്റെ സ്വഭാവം? അതറിയണമെങ്കിൽ ക്രിസ്തുവിൽ നോക്കിയാൽ മതി. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായി പിറന്നതിൻ്റെ ഒരു ഉദ്ദേശം പിതാവായ ദൈവം ആരെ എന്ന് മനുഷ്യർക്ക് കാണിച്ചു കൊടുക്കാൻ കൂടെയാണ്. കർത്താവായ യേശുക്രിസ്തു മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരമായി മരിച്ചു. എന്നാൽ നിത്യനായ ദൈവത്തെ മനുഷ്യർക്കാർക്കും കണ്ടുകൂടാ.
ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, അവൻ്റെ ശബ്ദം കേട്ടിട്ടില്ല. എന്നാൽ ആ ദൈവത്തെ ആരാധിക്കുന്ന മനുഷ്യൻ ദൈവം എങ്ങനെയുള്ളവനാണ്, ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ്, ഇത് വെളിപ്പെടുത്തി കൊടുക്കുവാൻ പിതാവായ ദൈവം തൻ്റെ സ്വരൂപത്തിലും തൻ്റെ സാദൃശ്യത്തിലും തൻ്റെ തേജസ്സിലും പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. ആ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ ദൈവം നമ്മെ നിയമിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? പിതാവിൻ്റെ അതേ സ്വഭാവമുള്ള മക്കൾ, ആദ്യജാതൻ കർത്താവായ യേശു ക്രിസ്തു, ഇളയ സഹോദരന്മാർ ഞാനും നിങ്ങളും. സഹോദര സഹോദരി, നീ ആണായാലും പെണ്ണായാലും ക്രിസ്തുവിൻ്റെ അതേ സ്വഭാവം നാം പ്രാപിക്കണം. എന്താണ് ക്രിസ്തുവിൻ്റെ സ്വഭാവം? അപ്പോസ്തലനായ പൗലോസ് പറയും, ഗലാത്യലേഖനം 5-ാം 22-21 വാക്യങ്ങൾ, ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഇതാണ് ദൈവത്തിൻ്റെ സ്വഭാവം, ഇതാണ് ആത്മാവിൻ്റെ സ്വഭാവം, അതാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവം. ഇതിൻ്റെ സംയുക്ത ഭാവമാണ് ദൈവ സ്വഭാവം. ആ സ്വഭാവം പ്രാപിക്കേണ്ടതിന് നിങ്ങളെ മാറ്റി വെച്ചു. മറക്കല്ലേ പ്രിയപ്പെട്ടവരെ, അതാണ് ലോകത്തിന് കാണിച്ചു കൊടുക്കേണ്ടത്, വേറൊന്നുമല്ല. പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ച അപ്പോസ്തലന്മാർ ഈ ലോകത്തിലെ പാപികളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി ചെന്നില്ലേ? അനേക പാപികളെ കണ്ടില്ലേ? അനേകർക്ക് ആശ്വാസം പകർന്നില്ലേ? രക്ഷയുടെ വചനം കൊടുത്തില്ലേ? ഒരു ദൈവം ജീവിക്കുന്നു എന്ന് ബോധ്യം വരുവാൻ തക്കോണം അനേക അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ലേ? അവരാണ് ദേവന്മാരെന്ന് കരുതി അവരുടെ ദിക്കിലേക്ക് ഓടിച്ചെന്ന ജനം അവരെ ആരാധിപ്പാനും അവിടെ മുൻപിൽ യാഗം കഴിപ്പാനും ഒരുങ്ങിയപ്പോൾ അവരെന്താണ് പറഞ്ഞത്? അയ്യോ, ഞങ്ങൾ നിങ്ങളെപ്പോലുള്ള സമസ്വഭാവമുള്ളവർ, ആരാധിക്കേണ്ട ദൈവത്തെ. പ്രിയപ്പെട്ടവര്, എന്തൊരു സ്നേഹവാനായ ദൈവം! പാവപ്പെട്ട ജനത്തിന് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് അപ്പോസ്തലന്മാർ ഓടി നടന്നപ്പോൾ അവരാരും അവരെ ഉയർത്തിയില്ല, അവരെ നോക്കാൻ പറഞ്ഞില്ല, അവരെ ആരാധിക്കാൻ പറഞ്ഞില്ല. അവരെല്ലാം ദൈവത്തിങ്കിലേക്ക് കൈ ഉയർത്തി. മറന്നു പോകല്ലേ പ്രിയപ്പെട്ടവര്, നിനക്ക് വല്ലതും ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ദാനം അനുഭവിച്ചോ. പക്ഷേ ലഭിച്ചതല്ല എന്നതുപോലെ നീ അഹങ്കരിക്കരുത്. വെട്ടിയെടുത്ത പാറയിലേക്കും കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും നീ നോക്കാതിരിക്കരുത്. ഞാനും നിങ്ങളും ആരാണ് എന്ന് മറന്നു പോകരുത്. ദൈവസ്നേഹം നമുക്ക് സൗജന്യമായി തന്നില്ലേ? ഇനി നമുക്ക് അവനെ സ്നേഹിക്കരുതോ? അപ്പോസ്തലനായ പൗലോസ് വീണ്ടും പറഞ്ഞു, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ ഇപ്രകാരം പറഞ്ഞു, ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറിഞ്ഞിരുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. എന്താണ് പാവപ്പെട്ട ജനത്തിന് പറഞ്ഞു കൊടുക്കേണ്ടത്? ഇടങ്കയും വലങ്കയും തിരിച്ചറിയാത്ത പാവപ്പെട്ട ജനത്തിന് എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത്? എന്നെ ഉയർത്തുന്നതല്ല, എന്നെ ആരെങ്കിലും നോക്കുന്നതല്ല, എന്നെ പ്രശംസിക്കുന്നതല്ല, എന്നെ ബഹുമാനിക്കുന്നതല്ല, എന്നെ ആദരിക്കുന്നതല്ല. അപ്പോസ്തലൻ പറയുകയാണ്, ദൈവം ലോക സൃഷ്ടിക്ക് മുൻപേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരിക്കുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനമത്രേ ഞങ്ങൾ പ്രസ്താവിക്കുന്നു, മർമ്മമായി പ്രസ്താവിക്കുന്നു. ആ ജ്ഞാനം ഒന്നേ ഉള്ളൂ, ഒരു കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ യേശുവിനെ ഉയർത്തി കാണിച്ചോണം. വചനം കൊടുക്കുന്ന ദൈവവേദിയിലെ നീ ദൈവത്തിൻ്റെ വചനം നീ കൊടുത്താൽ, ദൈവ നാവിൽ തരുന്ന വചനം നീ കൊടുത്താൽ, ദൈവ ഹിരഞ്ജനം നീ അറിയിച്ചാൽ പാവബോധം കിട്ടും. പാവബോധം കിട്ടുന്ന ജനം അവർ പാവബോധത്താൽ ഞരങ്ങിക്കരയുമ്പോൾ, പാപത്തിന് ശമ്പളമാണ് മരണമെന്ന് അവർ തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ വാവിട്ട് കരയുമ്പോൾ, ആ പാപിയോട് പറയേണ്ട ഒരു കാര്യമുണ്ട്, നീ ഈ പാപത്തിൽ നശിക്കണ്ട, നീ നിത്യനരകത്തിലേക്ക് പോകണ്ട, നിനക്കൊരു രക്ഷകനുണ്ട്, അവനത്രേ കർത്താവായ യേശു ക്രിസ്തു. ആ പാപിയെ രക്ഷകനായ ക്രിസ്തുവിലേക്ക് നടത്തണം. ഇതാണ് ഞാൻ നിങ്ങൾ ചെയ്യേണ്ടത്. പാപിയെ കൊണ്ടുവന്ന കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് അവൻ പുറകോട്ട് മാറിക്കോണം. ആരും കാണാറ് തിരശ്ശീലയുടെ പുറകിലേക്ക് മറഞ്ഞോണം. പാപിയും ക്രിസ്തുവുമായിട്ടാണ് പിന്നെ കാര്യം, അവരുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. നിങ്ങൾ ഹൃദയം തുറക്കേണ്ടത് അവൻ്റെ മുൻപിലാണ്. നിങ്ങൾ ബലഹീനതകൾ ഏറ്റുപറയേണ്ടത് അവൻ്റെ മുൻപിലാണ്. അവൻ ആരാണെന്നറിയാമോ? കർത്താവായ യേശു യെരൂശലേമിൽ ജനിച്ചു കിടന്നപ്പോൾ, കുഞ്ഞായി കിടക്കുമ്പോൾ കിഴക്ക് വന്ന വിദ്വാൻമാർ, യഹൂദന്മാർ രാജാവായി ഒരുവൻ പിറന്നിരിക്കുന്നുവെന്ന് അവർ പുതിയൊരു നക്ഷത്രം കണ്ടവർ വിശ്വസിച്ചു. അവർക്കത് വെളിപ്പെട്ട് കിട്ടി. അവരവിടെ നിന്ന് പുറപ്പെട്ടു യേശുവിനെ കാണുവാൻ, യേശു കുഞ്ഞിനെ കാണുവാൻ. 3 പേരാണ് പുറപ്പെട്ടതെന്നാണ് ഐഹികം. വേദോസിൽ എത്ര പേരെന്ന് പറഞ്ഞിട്ടില്ല. അവരിൽ ഒരാൾ ഈ യേശുവിനെ
രാജാതി രാജാവായി കണ്ടു, ഒരാൾ പ്രവാചകനായി കണ്ടു, മറ്റൊരു ശാസ്ത്രജ്ഞൻ പുരോഹിതൻ മഹാപുരോഹിതനായി കണ്ടു. അവർ ഓരോരുത്തരും അവിടെ നിക്ഷേപപാത്രങ്ങളിൽ രാജാവായി കണ്ടവൻ പൊന്ന് കരുതി, പ്രവാചകനായി കണ്ടവൻ മൂര് കരുതി, മഹാപുരോഹിതനായി കണ്ടവൻ കുന്തിരിക്കം കരുതി. അവർ 3 പേരും അന്വേഷിച്ചിറങ്ങി. അവരെ വഴി നടത്തിയത് നക്ഷത്രമാണ്. ഈ തലമുറയിൽ എന്നെയും നിങ്ങളെയും വഴി നടത്തുന്ന ഒരു നക്ഷത്രമുണ്ട്. ആ ഉദയസൂര്യൻ നമ്മെ വഴി നടത്തിക്കൊള്ളും. നിങ്ങളതറിയണ്ട, കൃത്യമായ പാതയിലൂടെ നടത്തിക്കൊള്ളും. അവർ ശിശു ഇരിക്കുന്നിടത്തെത്തി. മറിയോടുകൂടെ അവർ ശിശുവിനെ കണ്ടു. അവർ അവിടെ മുട്ടുകുത്തി. അവർ ശിശുവിനെ വന്ദിച്ചു. അവർ ആ ശിശുവിനെ ആരാധിച്ചു. മറിയാമിനെ അല്ല ആരാധിച്ചത്, യോസേഫ് പിതാവിനെയല്ല, മറ്റാരെയുമല്ല. ആ ശിശുവിനെ വന്ദിച്ചു. രാജാവായി കണ്ടവൻ പൊന്ന് കാഴ്ചവെച്ചു, പ്രവാചകനായി കണ്ടവൻ മൂര് കാഴ്ചവെച്ചു, മഹാപുരോഹിതനായി കണ്ടവൻ കുന്തിരിക്കം കാഴ്ചവെച്ചു. ദൈവത്തിലെ ഈ യേശു നിനക്കാരാണ്? നിന്റെ ഹൃദയത്തിൻ്റെ വാരക്കൽ നിന്നൊരു യാചകനെ പോലെ വർഷങ്ങളായി മുട്ടിക്കൊണ്ടിരിക്കുന്ന യേശു നിനക്കാരാണ്? രോഗസൗഖ്യം തന്നവനോ, ദാരിദ്ര്യം മാറ്റി തന്നവനോ, വിദ്യാഭ്യാസം തന്നവനോ, നിനക്ക് ഈ ഭൂമിയിൽ ഉയർച്ച തന്നവനോ? ഇത് വല്ലതും ശാശ്വതമാണോ പ്രിയപ്പെട്ടവർ? ഇതെല്ലാം താൽക്കാലികമല്ലേ? ഇതെല്ലാം ശവക്കുഴി വരെ മാത്രമുള്ളതല്ലേ ഉള്ളൂ. ഒരു മനുഷ്യൻ്റെ നിത്യതയിൽ ഒരു സമുദ്രത്തിലെ ഒരു തുള്ളി വെള്ളം പോലെ നിത്യത കളയല്ലേ? ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന മനോഹരമായ നിത്യത നീ കളയല്ലേ? നമുക്ക് അതിലേക്ക് തിരിച്ച് പ്രാർത്ഥിക്കാം. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ നാം വായിക്കുന്നു. നമ്മുടെ ടാർജറ്റ് എന്താണ്? ഈ തലമുറയിൽ ജീവിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും ടാർജറ്റ് എന്താണ്? പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നത് ആകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ദൈവവേദിലേ, നീ ദാരിദ്ര്യത്തിലായിരിക്കാം, നീ ചാണകം മഴിയ തറയിലായിരിക്കാം, നീ കീറപ്പായിലായിരിക്കാം, നീ രോഗിയായിരിക്കാം, നീ ആരോഗ്യമില്ലാത്തവനായിരിക്കാം, നീ അനാഥനായിരിക്കാം, നീ ലാസറിനെ പോലെ ധനവാന്റെ പടിപ്പുരക്കൽ കിടക്കുന്നവനായിരിക്കാം. പക്ഷെ നീ ഒരു കാര്യം അറിഞ്ഞുകൊള്ളുക, നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ധനവാന്റെ പടിപ്പുരയ്ക്ക് വെളിയിൽ ലാസർ കിടക്കുമ്പോൾ അവൻ ആഗ്രഹം വന്നേ ഉള്ളൂ, ബിഷപ്പിന് എന്തെങ്കിലും കിട്ടണം, എച്ചിൽ കിട്ടണം. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന എച്ചിൽ കഷ്ണങ്ങൾ കരുത്തരായ നായ്ക്കൾ അവിടെയുണ്ട്. അവരുടെ വായിൽ നിന്ന് പൊഴിഞ്ഞു വീഴുന്നത് ലാസറിന് കിട്ടൂ. ലാസർ അവിടെ ജീവിച്ചു. എന്തിന് ജീവിച്ചു? അവളൊരു ദൈവം വസിക്കുന്നു. ദരിദ്രനായ, വ്രണങ്ങൾ നിറഞ്ഞവനായ, ആർക്കും വേണ്ടാത്തവനായ, എല്ലാവരാലും ശപിക്കപ്പെട്ടവനായ ലാസറിന്റെ ഹൃദയത്തിൽ ഒരു ദൈവം വസിക്കുന്നു. ആ ദൈവം ജീവിക്കണം. ആ ആത്മാവിൻ്റെ ഹൃദയത്തിൽ ജീവിക്കണം. അതിനുവേണ്ടി എൻ്റെ ജീവൻ നിലനിർത്തണം. അവൻ അതിനുവേണ്ടി ആ എച്ചിൽ കഴിച്ചു. ജീവിക്കുന്നതിന് വേണ്ടി അവൻ എച്ചിൽ കഴിച്ചു. ധനവാനോ? ധനവാൻ പട്ടും ധൂമ്രവസ്ത്രവും ധരിച്ച് സുഖിച്ചു പോന്നു. അവൻ ഭക്ഷിക്കാൻ വേണ്ടി ജീവിച്ചു. അതാണ് രണ്ട് ലക്ഷ്യം. മറക്കല്ല്. ധനവാന് പട്ടും ധൂമ്രവസ്ത്രവും കൊടുത്തു. കോടീശ്വരനായിരിക്കാം, മണിമാളയും കൊടുത്ത്, പടിപ്പുര കൊടുത്ത്, എല്ലാ സൗകര്യങ്ങളും കൊടുത്തു. അവനിഷ്ടം പോലെ ഉണ്ടാക്കിയിട്ട് മിച്ചം എറിഞ്ഞു കളയുകയാണ്. അവന് സൂക്ഷിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. അടുത്ത നേരത്തേക്ക് ഫ്രഷായിട്ട് അവൻ ഉണ്ടാക്കാം. ദൈവം നിന്നെല്ലാം നീ ഉപയോഗിച്ചോ, കുഴപ്പമില്ല. ഇത് ട്രസ്റ്റാണ്, ട്രസ്റ്റ്. ഓർക്കണം, തിന്നാൻ വേണ്ടി ജീവിക്കരുത്, ജീവിക്കാൻ വേണ്ടി കഴിച്ചു. എൻ്റെ നിങ്ങളുടെയും ടാർജറ്റ് എന്താണ്? നാം വായിച്ചു കേട്ടു. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുമ്പോൾ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകുമെന്ന് നാം അറിയുന്നു. അറിയാമോ? ആരാക്ഷേപിച്ചാൽ എന്താ? ആരിനെ എതിർത്താൽ എന്താ? ആരിനെ തേജോവധം ചെയ്താൽ എന്താ? ആരെന്ത് കുറ്റം പറഞ്ഞാലും എനിക്കെന്താ? അവൻ പ്രത്യക്ഷനാകുമ്പോൾ, അവൻ മധ്യാകാശത്തിൽ വരുമ്പോൾ
അവനെ ഞാൻ കാണുന്ന മാത്രമേ അവനോട് ഞാൻ സദൃശനാകും. ഞാൻ അവനെ പോലെ ഉള്ളവനാകും. സ്തോത്രം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം? നാം അടുത്ത വാക്യത്തിൽ, 3-ാമത്തെ വാക്യത്തിൽ നാം വായിച്ചു കേട്ടു, അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കട്ടെ. ഒറ്റ ടാർഗറ്റ്, അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം. സഹോദരി സഹോദരങ്ങളെ, കർത്താവിൻ്റെ 2ാമത്തെ എഴുന്നള്ളത്തിനായി ഞങ്ങൾ നോക്കിപ്പാർക്കുന്നുവെന്ന് പ്രാർത്ഥിക്കുന്നവരല്ലേ നാം ഓരോരുത്തരും? എന്ത് ചെയ്യണം? അവനിൽ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കട്ടെ. നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, ഇതെനിക്ക് അസാധ്യമാണ്, പക്ഷെ നിനക്ക് സാധ്യമാണ്. നീ എൻ്റെ അരികിലുണ്ട്. നീ എൻ്റെ ഹൃദയത്തിൻ്റെ വാരക്കൽ മുട്ടുന്നത് എൻ്റെ ഹൃദയത്തിലേക്ക് വടക്കാനാണ്. നീ എന്നെ ശുദ്ധീകരിക്കാനാണ്. നീ എന്നെ നിർമ്മലീകരിക്കാനാണ്. അതിനാണല്ലോ നീ പരിശുദ്ധാത്മാവിനെ അയച്ചത്. സഖിയോൻ മാളികയിൽ പെന്തിക്കോസ് നാൾ ഇറങ്ങിയ പരിശുദ്ധാത്മാവ് ഇതുവരെയും പോയിട്ടില്ലല്ലോ. എൻ്റെ ഹൃദയത്തിൻ്റെ വാരക്കൽ മുട്ടിക്കൊണ്ട് നിൽക്കുന്നല്ലോ, വ്യാപരിക്കുന്നല്ലോ ആത്മാവ്. കർത്താവെ, താഴ്ത്തി തരുന്നു. നമുക്ക് നമ്മെ തന്നെ താഴ്ത്തി കൊടുക്കാം. നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാം. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. ആളാം പ്രതി അനുഗ്രഹിക്കണമേ. തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ. സമർപ്പിച്ച ദൈവമക്കളമേ, തൃക്കരം വയ്ക്കണമേ. ശത്രുവിനെ ബലസിച്ചകറ്റണമേ. അധികാരമുള്ള ദൈവോത്ര അവിടുത്തെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നടത്തണമേ, നയിക്കണമേ, നിയന്ത്രിക്കണമേ. 2ാമത്തെ വരവിനായി ഞങ്ങളെ ഒരുക്കണമേ. മാനവ മുഖത്തോട് എടുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ. ആമീൻ.